Dear students, welcome to Learner's World. In this video, I'm going to talk about film genres, fundamentals of film studies, FIUGP, semester 5, BA English Language and Literature, Calicut University. Film genres, തേർഡ് മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിന് കീഴിൽ വരുന്ന ടോപ്പിക്സുകൾ, അതായത് ടൈപ്സ് ഓഫ് ഫിലിംസ് ആണ് ഇവിടെ പറയുന്നത്. ഡോക്യുമെൻ്ററി ഫിലിം, ഡിജിറ്റൽ ഫിലിംസ്, ഫീച്ചർ ഫിലിംസ്, ഷോർട്ട് മൂവീസ്, ഷോർട്ട് ഫിലിംസ്, സയൻസ് ഫിക്ഷൻ, മെലോഡ്രാമ, ഹിസ്റ്റോറിക്കൽ, മ്യൂസിക്കൽ, ഫിലിം നോയർ, ഹൊറർ, ആനിമേഷൻ, വെസ്റ്റേൺ, ഫാൻറ്റസി. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഫിലിം ഷോൺറസ്. എ ഫിലിം ഷോണർ is a category or type of movie based on its story, theme, style and mood. അപ്പോൾ ഒരു ഫിലിം ഷോൺറസ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ കഥ, അതിൻ്റെ തീം, അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ മൂഡ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ മൂവീസിനെ തരംതിരിക്കുന്ന രീതിയാണ് ഫിലിം ഷോൺറസ് എന്ന് പറയുന്നത്. അതിലൂടെ ഓഡിയൻസിന് സിനിമ ഏത് തരത്തിലുള്ള സിനിമയാണ്. ഇപ്പോൾ ഒരു ഹൊറർ മൂവി ആണെങ്കിൽ അതിൻ്റെ സെറ്റിങ്ങൊക്കെ ഒരു ഹൊറർ ആയിട്ടുള്ള ഒരു പശ്ചാത്തലമായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഓഡിയൻസിന്. ഡോക്യുമെൻ്ററി ഫിലിം. എ ഡോക്യുമെൻ്ററി ഈസ് എ നോൺ ഫിക്ഷൻ ഫിലിം ബേസ്ഡ് ഓൺ റിയൽ പീപ്പിൾ, റിയൽ ഇവൻറ്റ്സ് ഓർ റിയൽ ഇഷ്യൂസ്. ഇറ്റ് എയിംസ് ടു എഡ്യൂക്കേറ്റ്, ഇൻഫോം ഓർ ക്രിയേറ്റ് അവയർനെസ്. ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥകളാണ് ഡോക്യുമെൻ്ററി ഫിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു യഥാർത്ഥ ചിത്രം, അതായത് നോൺ ഫിക്ഷൻ ഫിലിമാണിത്. ഫിക്ഷൻ കഥയല്ല, യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം ഇൻഫോർമേഷൻ നൽകുക, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഒരു അവയർനെസ് നൽകുക എന്നുള്ളതൊക്കെയാണ്. ഡോക്യുമെൻ്ററി ഫിലിംസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ നോക്കാം. ബേസ്ഡ് ഓൺ ഫാക്ട്സ്, യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്യുന്നത്. യൂസസ് ഇൻ്റർവ്യൂസ് ആൻഡ് റിയൽ ഫുട്ടേജസ്, അതായത് ഇൻ്റർവ്യൂസ് നടത്തിയിട്ട് യഥാർത്ഥ ദൃശ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഡോക്യുമെൻ്ററി ഫിലിം ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫോർമേറ്റീവ്, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ അൺടച്ച്ഡ്, സ്റ്റോറീസ് ഓഫ് പീപ്പിൾ അപ്പാർട്ട്, റിലീസ്ഡ് ഇൻ 2007, ഷോസ് ദ റിയാലിറ്റി ഓഫ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ്, ഒരു ഡോക്യുമെൻ്ററി ഫിലിമിന് ഉദാഹരണമാണ് ഇന്ത്യ അൺടച്ച്ഡ്, സ്റ്റോറീസ് ഓഫ് പീപ്പിൾ അപ്പാർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജാതി വിവേചനത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത ഷോൺറസാണ് ഫീച്ചർ ഫിലിം. എ ഫീച്ചർ ഫിലിം ഈസ് എ ഫുൾ ലെങ്ത് മൂവി യൂഷ്വലി ലാസ്റ്റിംഗ് 70 to 180 മിനിറ്റ്സ്. ഫീച്ചർ ഫിലിം എന്നത് 70 മുതൽ 180 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു പൂർണ്ണ ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്, ലെങ്തി ആയിട്ടുള്ള ഒരു മൂവിയാണ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് എ കംപ്ലീറ്റ് സ്റ്റോറി വിത്ത് ക്യാരക്ടേഴ്സ്, കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ. അപ്പോൾ ഇതിൽ കഥാപാത്രങ്ങൾ, കോൺഫ്ലിക്ട്സുകൾ, അതായത് സംഘർഷം, അതുപോലെ റെസൊല്യൂഷൻ, ഒരു പരിഹാരം എന്നിവ ഉൾപ്പെട്ട ഒരു സമ്പൂർണ്ണ ഒരു സ്റ്റോറി ഉണ്ടാവും ഇതിൽ എന്നാണ് പറയുന്നത്. ദെൻ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചർ ഫിലിമിൻ്റെ ലോങ് ഡ്യൂറേഷൻ, ദൈർഘ്യമേറിയ സിനിമയാണ്. കംപ്ലീറ്റ് സ്റ്റോറി ലൈൻ, സമ്പൂർണ്ണ കഥ ഉണ്ടായിരിക്കും. മെയ്ഡ് ഫോർ സിനിമ ഓർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം, അതായത് തിയേറ്ററിലോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആണിത് പ്രദർശിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബാഹുബലി ദ ബിഗിനിങ് 2015 റിലീസ് ചെയ്തിട്ടുള്ള ബാഹുബലി ദ ബിഗിനിങ്, അതാണ് അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്. അടുത്തത് ഷോർട്ട് ഫിലിമാണ്. എ ഷോർട്ട് ഫിലിം ഈസ് എ മൂവി ദാറ്റ് ഈസ് ലെസ് ദാൻ 40 മിനിറ്റ്സ് ലോങ്. ഇറ്റ് ടെൽസ് എ സ്റ്റോറി ഇൻ എ ഷോർട്ട് ടൈം. ഷോർട്ട് ഫിലിം എന്നത് 40 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള സിനിമയാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു കഥയോ ഒക്കെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഷോർട്ട് റണ്ണിങ് ടൈം, കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഫോക്കസസ് ഓൺ വൺ ഐഡിയ ഓർ മെസ്സേജ്, ഒരു പ്രധാന ആശയമോ സന്ദേശമൊക്കെയാണ്
ഫോക്കസ് ചെയ്യുന്നത്. അടുത്തത് ഓഫൺ മെയ്ഡ് ബൈ സ്റ്റുഡൻസ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ്, അതായത് വിദ്യാർത്ഥികളും അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സംവിധായകരൊക്കെയാണ് കൂടുതലായിട്ട് ഷോർട്ട് ഫിലിംസ് നിർമ്മിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദ സൈലൻറ്റ് ചൈൽഡ് ഇറ്റ്സ് എ ഓസ്കാർ വിന്നിങ് ഷോർട്ട് ഫിലിം. ഓക്കെ, നെക്സ്റ്റ് മെലോഡ്രാമയാണ്. Melodrama is a film that focuses on strong emotions like love, sadness, sacrifice and family relationship. മെലോഡ്രാമ എന്നത് സ്നേഹം, ദുഃഖം, ത്യാഗം, കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയിട്ടുള്ള ശക്തമായ വികാരങ്ങളെ തീമാക്കി എടുത്തിട്ടുള്ള സിനിമയാണ് മെലോഡ്രാമ. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. എമോഷണൽ സ്റ്റോറി ടെല്ലിംഗ്, അതായത് വികാരനിർഭരമായിട്ടുള്ള കഥയായിരിക്കും. ഗുഡ് ആൻഡ് ഈവിൾ ക്യാരക്ടേഴ്സ്, നല്ലവരും ചീത്തവരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടാകും. ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ്, കുടുംബ ബന്ധങ്ങളിൽ സംഘർഷങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ ദ നോട്ട് ബുക്ക് 2004 റിലീസ് ചെയ്തിട്ടുള്ള നോട്ട് ബുക്ക്. അടുത്തത് മ്യൂസിക്കൽ ഫിലിം. A musical is a film in which songs and dances are an important part of the story. മ്യൂസിക്കൽ സിനിമയിൽ പാട്ടുകളും നൃത്തങ്ങളും കഥയുടെ പ്രധാന ഭാഗമായിട്ട് വരുന്നതാണ്. ഫീച്ചേഴ്സ് നോക്കാം. ക്യാരക്ടേഴ്സ് സിംഗ് ആൻഡ് ഡാൻസ്. മ്യൂസിക് ഹെൽപ്സ് ടെൽസ് ദ സ്റ്റോറി കളർഫുൾ ആൻഡ് എൻ്റർടൈനിങ്. അതായത് ഇതിൽ കഥാപാത്രങ്ങൾ പാടുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിലൂടെയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ കളർഫുള്ളാണ്, എൻ്റർടൈനിങ് ആണ്. ഫോർ എക്സാമ്പിൾ ലാലാ ലാൻഡ് 2016 റിലീസ് ചെയ്തിട്ടുള്ള ലാലാ ലാൻഡാണ് ഉദാഹരണം. ഹൊറർ മൂവീസ്, നമ്മൾ ഒരുപാട് ഹൊറർ മൂവീസ് കണ്ടിട്ടുണ്ട്. എന്താണ് ഹൊറർ മൂവീസ് നോക്കാം. ഹൊറർ ഫിലിംസ് ആർ മെയ്ഡ് ടു ഫ്രൈറ്റൻ ഓർ സ്കെയർ ദ ഓഡിയൻസ്. ഹൊറർ സിനിമകൾ പ്രേക്ഷകരെ ഭയപ്പെടുത്താനും പേടിപ്പിക്കാനായിട്ട് നിർമ്മിക്കുന്നവയാണ്. ഫീച്ചേഴ്സ് നോക്കാം. ഗോസ്റ്റ്, മോൺസ്റ്റേഴ്സ് ഓർ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ്, പ്രേതങ്ങൾ, രാക്ഷസന്മാർ, അമാനുഷിക ശക്തികൾ ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടാവും. ഡാർക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ഇരുണ്ട ഒരു അന്തരീക്ഷമായിരിക്കും ഹൊറർ മൂവീസിന്. സസ്പെൻസ് ആൻഡ് ഫിയർ, സസ്പെൻസും പേടിയൊക്കെ ഉണർത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിലിമാണ് ഹൊറർ മൂവീസ്. ഫോർ എക്സാമ്പിൾ റോസ്മെരീസ് ബേബി ഇൻ 1968. ഹൊറർ മൂവിക്ക് ഉദാഹരണമാണ് റോസ്മെരീസ് ബേബി. അടുത്തൊരു ടൈപ്പ് ഓഫ് മൂവിയാണ് വെസ്റ്റേൺ. Western films are usually set in the American Wild West and include cowboys, guns, lingers and adventures. അപ്പോൾ വെസ്റ്റേൺ സിനിമകൾ അമേരിക്കൻ വൈൽഡ് വെസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥകളാണ്. കൗബോയ്മാർ, അതുപോലെ കുതിരകൾ, തോക്കുധാരികൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് നോക്കാം. കൗബോയ്സ് ആൻഡ് ഹോഴ്സസ്, ഡിസേർട്ട് ആൻഡ് എസ്കേപ്സ്, ആക്ഷൻ ആൻഡ് ജസ്റ്റിസ്. അപ്പം അതിൻ്റെ സവിശേഷതകൾ കൗബോയ്മാരുണ്ടാവും, കുതിരകളുണ്ടാകും, മരുഭൂമിയാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നത്. ആക്ഷനും ജസ്റ്റിസും നീതിയൊക്കെ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ദ അഗ്ലി റിലീസ്ഡ് ഇൻ 1966. ഓക്കെ, നെക്സ്റ്റ് ഫാൻറ്റസി മൂവീസാണ്. ഫാൻറ്റസി ഫിലിം ഷോ ഇമാജിനറി വേൾഡ്സ്, മാജിക് ആൻഡ് മിത്തിക്കൽ ക്രിയേച്ചേഴ്സ്. ഫാൻറ്റസി സിനിമകൾ സാങ്കല്പിക ലോകങ്ങൾ, മാന്ത്രികത, അത്ഭുത ജീവികൾ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. മാജിക് ആൻഡ് സൂപ്പർ നാച്ചുറൽ പവേഴ്സ്, മാന്ത്രിക ശക്തികൾ ഫാൻറ്റസിയിൽ നമുക്ക് കാണാൻ കഴിയും. ഫെയറി ടെയിൽസ് ആൻഡ് ലെജൻഡ്സ്, യക്ഷിക്കഥകളും ഇതിഹാസങ്ങളും. ക്രിയേറ്റീവ് ഇമാജിനറി സെറ്റിങ്സ്, സാങ്കല്പിക ലോകമായിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ പാൻസ് ലാബിറിന്ത് ഇൻ 2006. Then animation movies. Animation films are created using drawings, computer graphics or stop motion instead of live actors. ആനിമേഷൻ സിനിമകൾ ചിത്രങ്ങൾ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, സ്റ്റോപ്പ് മോഷനൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആണ് ആനിമേഷൻ മൂവീസ്, കാർട്ടൂണൊക്കെ പോലെയുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ആനിമേറ്റഡ് ക്യാരക്ടേഴ്സ് സ്യൂട്ടബിൾ ഫോർ ഓൾ ഏജസ്, ക്രിയേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ്. ഇതിൽ ആനിമേറ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും, എല്ലാ പ്രായക്കാർക്കും അനുയോജ്യമായിട്ടുള്ളതാണ്. ഒരു സൃഷ്ടിപരമായിട്ടുള്ള ഒരു കഥ പറച്ചിലുണ്ടാകും. ഫോർ എക്സാമ്പിൾ കോക്കോ 2017 കോക്കോ. അടുത്തത് ഫിലിം നോയറാണ്. ഫിലിം നോയർ ഈസ് എ സ്റ്റൈൽ ഓഫ് ക്രൈം ഫിലിം നോൺ ഫോർ ഇറ്റ്സ് ഡാർക്ക് മൂഡ്, മിസ്റ്ററി ആൻഡ് മോറൽ കൺഫ്യൂഷൻ.
ഫിലിം നോയർ എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ, ദുരൂഹത, അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്കായിരിക്കും, ഇരുണ്ട അന്തരീക്ഷം തുടങ്ങിയിട്ടുള്ളവ അവതരിപ്പിക്കുന്ന ഒരു സിനിമാ ശൈലിയാണ്. ഫീച്ചേഴ്സ് ക്രൈം ആൻഡ് മിസ്റ്ററി, കുറ്റകൃത്യവും ദുരൂഹതയും ഉണ്ടാകും. ഷാഡോ ലൈറ്റിംഗ്, നിഴൽ നിറഞ്ഞ ദൃശ്യങ്ങൾ, കോംപ്ലക്സ് ക്യാരക്ടേഴ്സ്, സങ്കീർണമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ദ തേർഡ് മാൻ in 1949. Okay, next historical film. Historical films tell stories based on real events or people from the past. ചരിത്ര സിനിമകൾ യഥാർത്ഥ ചരിത്ര സംഭവങ്ങളെയോ ചരിത്രപ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളെയോ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിനിമയാണ് ഹിസ്റ്റോറിക്കൽ ഫിലിം, ചരിത്രപരമായിട്ടുള്ള സിനിമ. ഫീച്ചേഴ്സ് നോക്കാം. സെറ്റ് ഇൻ ഹിസ്റ്റോറിക്കൽ പീരിയഡ്, ചരിത്ര കാലഘട്ടത്തിൽ കഥ നടക്കുന്നു. ബേസ്ഡ് ഓൺ ഹിസ്റ്ററി, ചരിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥകളായിരിക്കും. എഡ്യൂക്കേഷൻ ആൻഡ് ഡ്രമാറ്റിക്, ഓഡിയൻസിന് കുറച്ചും കൂടെ വിദ്യാഭ്യാസപരവും അതുപോലെ നാടകീയവുമായിട്ടുള്ള രംഗങ്ങളാണ് നൽകുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രേവ് ഹാർട്ട് ഇൻ 1995. ദെൻ സയൻസ് ഫിക്ഷൻ, സൈഫി അതിൻ്റെ ചുരുക്കപ്പേരാണ്. സയൻസ് ഫിക്ഷൻ ഫിലിംസ് എക്സ്പ്ലോർ ഫ്യൂച്ചർ ടെക്നോളജി, സ്പേസ്, റോബോട്ട്സ്, ഏലിയൻസ് ആൻഡ് സയൻറ്റിഫിക് ഡിസ്കവറീസ്. സയൻസ് ഫിക്ഷൻ സിനിമകൾ ഭാവിയിലെ സാങ്കേതിക വിദ്യ, അതുപോലെ ബഹിരാകാശം, റോബോട്ടുകൾ, അന്യഗ്രഹ ജീവികൾ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് അഡ്വാൻസ്ഡ് ടെക്നോളജി, സ്പേസ് ട്രാവൽ, സയൻറ്റിഫിക് ഇമാജിനേഷൻ, അതായത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഒക്കെ സയൻസ് ഫിക്ഷനിൽ ഉണ്ടാകും. ബഹിരാകാശ യാത്ര, ശാസ്ത്രീയ സങ്കല്പങ്ങൾ തുടങ്ങിയിട്ടുള്ള. ഫോർ എക്സാമ്പിൾ അവതാർ ഇൻ 2009. അടുത്തത് റോഡ് മൂവീസ് ആണ്. എ റോഡ് മൂവി ഫോളോസ് ക്യാരക്ടേഴ്സ് ഹൂ ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ ലേണിംഗ് അബൌട്ട് ദംസെൽസ് ഡ്യൂറിങ് ദ ജേർണി. റോഡ് മൂവി എന്നത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ കഥയാണ്. യാത്രക്കിടയിൽ അവരെ ജീവിതത്തെക്കുറിച്ച് പുതിയ തിരിച്ചറിവുകളൊക്കെ നേടുന്നുണ്ട്. ഫീച്ചേഴ്സ് ജേർണി ഓർ ട്രാവൽ, യാത്രയാണ് പ്രധാന വിഷയം. അഡ്വഞ്ചർ ആൻഡ് സെൽഫ് ഡിസ്കവറി, സാഹസികതയും സ്വയം തിരിച്ചറിവുമുണ്ട്. ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് എക്സ്പീരിയൻസസ്, വിവിധ സ്ഥലങ്ങളും അനുഭവങ്ങളും ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ദ മോട്ടോർ സൈക്കിൾ ഡയറീസ് ഇൻ 2004. അടുത്ത ഡിജിറ്റൽ ഫിലിം. Digital films are shot, edited and distributed using digital technology instead of traditional film reels. അപ്പോൾ ഡിജിറ്റൽ ഫിലിം എന്നത് പരമ്പരാഗത ഫിലിം റീലുകൾക്ക് പകരം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും എഡിറ്റ് ചെയ്യുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഫീച്ചേഴ്സ് ഹൈ ക്വാളിറ്റി ഡിജിറ്റൽ ക്യാമറാസ്. അപ്പോൾ ഡിജിറ്റൽ ഫിലിമിൻ്റെ ഒരു ഫീച്ചറാണ് ഉയർന്ന നിലവാരമുള്ള ഡിജിറ്റൽ ക്യാമറകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈസി എഡിറ്റിംഗ്, എളുപ്പത്തിൽ എഡിറ്റിംഗ് സാധ്യമാകും. യൂസ്ഡ് ഇൻ മോഡേൺ ഫിലിം മേക്കിംഗ്, ആധുനിക സിനിമാ നിർമ്മാണത്തിൽ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ അവതാർ ഇൻ 2009. ഓക്കെ, അപ്പോൾ ഇതാണ് ഷോൺറസ് ഓഫ് ഫിലിം എന്ന് പറയുന്നത്.